സ്വാഗതം. പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ആൾക്ക് നൽകുന്നതെന്നാണ് പറയുന്നത്. ഈ സന്ദേശം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡിൽ നോക്കാം, എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് ഇന്ന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് പ്രതീക്ഷിക്കുക എന്നുള്ളത്. എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് സാക്രിഫൈസ് എന്ന് പറയുന്ന ഊർജ്ജമാണ് വരുന്നത്. സാക്രിഫൈസ് എന്ന് കേൾക്കുമ്പോൾ സഹനം എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ അറിയാൻ പറ്റും, ഒരു ജലത്തിൻ്റെയും ഇതിൻ്റെയും നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആചാരങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ, ജലം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. പുറകിൽ നമുക്ക് മഴവില്ല് കാണാം, പക്ഷേ ഈ വ്യക്തിക്ക് അത് കാണാൻ പറ്റുന്നില്ല. പൊതുവേ ഈ കാർഡ് വരെ നമ്മൾ പറയാറുള്ളത്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അത്രയും സ്പീഡിൽ നടക്കില്ല എന്ന് പറയും, അല്ലെങ്കിൽ കാര്യങ്ങൾ വേറെ ആംഗിളിൽ നോക്കിക്കാണുക എന്ന് പറയും. അപ്പോൾ സഹനം എന്ന് പറയുന്നൊരു കാർഡാണ്. പൊതുവേ ഈ കാർഡ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മളൊന്ന് കൂടി ക്ഷമിക്കാൻ പറയുന്നൊരു എനർജിയാണത്. ഒരുപക്ഷെ നിങ്ങൾക്കത് എന്താ പറയുക മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഫേം ഫൗണ്ടേഷൻ എന്നുള്ളതാണ്, അതായത് ഉറച്ച അടിത്തറ എന്നുള്ളതാണ്. ഈ കാർഡ് 4 എന്ന് പറയുന്നൊരു കാർഡാണ്. പൊതുവേ കാർഡ് വരുമ്പോൾ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയാറുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് നമുക്കിന്ന് കിട്ടുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി ശ്രമിക്കാനാണ് പറയുന്നത്. നമുക്ക് ഫയർ എന്ന് പറയുന്ന ഊർജ്ജമാണ്. നമുക്കറിയാം മൂലചക്ര എന്ന് പറയുന്ന മൂലാധാര എന്ന് പറയുന്ന റൂട്ട് ചക്രയാണ്. അപ്പോൾ വളരെ നമ്മുടെ ബേസ് ആയിട്ടുള്ള ഇതാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ദ വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുന്നൊരു കാർഡാണ്. നിങ്ങൾക്ക് ഈ കാർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇതൊരു വെയിറ്റിങ്ങിൻ്റെ എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ കുറച്ച് വൈകുന്നൊരിതാണ്. അപ്പോൾ ഇന്നത്തെ ഊർജ്ജം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന കാർഡാണ്. അതായത് നിങ്ങൾ കണ്ടറിയാമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെടി ഇങ്ങനെ വളരുകയാണ്, പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇത് ബാലൻസിങ്ങിൻ്റെ കാർഡാണ്. അതായത് മൾട്ടി ടാസ്ക് ബാലൻസിങ് എന്ന് പറയും. അതായത് ഒരേ ദിവസം 2 കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊരു വിശ്രമവും അതേപോലെ തന്നെ ഭാവിയെക്കുറിച്ച് കുറച്ച് ചിന്തകളും, അതാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ വിഷ് യു എ ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.